നല്ല പെരുന്നാള് ആഘോഷം ആഭാസമാക്കരുത്. സുബ്ഹാനല്ലാഹ്. പെരുന്നാളിന് അതാ തിന്മകൾക്ക് പോകരുത്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് നീ അതാ അതേ പെരുന്നാൾ ആഘോഷിക്കരുത്. നീ അതാ ലഹരിക്കടിമപ്പെടരുത്. അനാവശ്യ വിനോദങ്ങൾക്ക് പോകരുത്. സുബ്ഹാനല്ലാഹ്. പടക്കം പൊട്ടിച്ചിട്ടും പൂത്തിരി കത്തിച്ചിട്ടും അതാ പണം അതാ നിന്റെ പണം കളയണ്ട. ഗതാഗത തടസ്സമുണ്ടാക്കി വഴിയിൽ കോപ്രാട്ടി കളിച്ചിട്ട് ആഘോഷിക്കണ്ട. പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കണം. അതേ സദഖകൾ വർദ്ധിപ്പിക്കണം. ഉളുഹിയ്യത്തിൽ ഭാഗമാകാൻ ശ്രമിക്കണം. ഇനി ഉളുഹിയ്യത്തിൽ ചേരാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അതേ മഹല്ലുകൾ അതേ കൂട്ടമായ സംഘടനകളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഉളുഹിയ്യത്തിന്റെ പ്രവർത്തനത്തിൽ സഹകരിച്ചു കൊടുക്കണം. അങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. നല്ലവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ നല്ലവനാകണം. മനുഷ്യൻ നല്ലവനാകുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ മാന്യത അളക്കുന്നത് എന്തുകൊണ്ടാണ്? പണം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടല്ല, തഖ്വ കൊണ്ടാണ്. തഖ്വ കൊണ്ടാണ്. ഹൃദയം ഇലാഹിൽ സമർപ്പിക്കണം. മനസ്സ് ഇലാഹിൽ സമർപ്പിക്കണം. ഖൽബുഹു ലിർറഹ്മാൻ. നിന്റെയും എന്റെയും ഒക്കെ ഖൽബ് അല്ലാഹുവിനെ കൊടുക്കണം. വബദനഹു ലിന്നീറാൻ. അതേ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വലദുഹു ലിൽ ഖുർബാൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക് അല്ലാഹുവിന്റെ സമർപ്പണത്തിന് തയ്യാറായില്ലേ? ആരേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ തയ്യാറായില്ലേ? വമാലു തന്റെ സമ്പത്ത് അതിഥികൾക്ക് വെച്ച് നൽകിയില്ലേ? എല്ലാം വലിച്ചെറിഞ്ഞ് അതേ തീക്കുണ്ടാരത്തിന് നമ്രൂദ് എന്ന് പറയുന്ന അതേ ആദർശവൈരി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി ചൊല്ലിയ ദിക്ർ എന്താണ്? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആത്മീയമായി ഉണരണം. ആത്മീയമായി വളരണം. ആത്മീയത തകർന്നു തരിപ്പടമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. ആത്മീയത നശിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിലേക്ക് ഞാനും നിങ്ങളും മടങ്ങണം. അങ്ങനെ നല്ലവരായി ജീവിച്ച്, നല്ലവരോട് സഹവസിച്ച്, നല്ലത് പറഞ്ഞ്, നല്ലത് ഭക്ഷിച്ച്, നല്ല കൂട്ടുകാരുണ്ടാക്കിയിട്ട് ഫിത്നയിലും ഫസാദിലും അതേ പെടാതെ, കുടുംബബന്ധം മുറിക്കാതെ, ആരുമായി തെറ്റി നിൽക്കാതെ, ഒരാലിമിനെയും കുറ്റം പറയാതെ, ഒരാലിമിനോടും വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, വെറുപ്പ് വെക്കാതെ, എല്ലാവരോടും പുഞ്ചിരിച്ച് കലിമത്തും തയ്യിബ നല്ല വാക്ക് പറഞ്ഞ് ഈ പെരുന്നാളിന് കുടുംബബന്ധങ്ങളൊക്കെ ചേർത്തി, കുടുംബങ്ങളിലൊക്കെ സന്ദർശനം നടത്തി സുബ്ഹാനല്ലാഹ് നല്ലവരായി ജീവിക്കാൻ ഞാനും ഞങ്ങളും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.